ഹലോ ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനാണ് കളിക്കുന്നത്. വെറൈറ്റി ഗൈസ്, ഞാനിത് ബോണസ് ചെസ്റ്റ് ഓൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതേ പറ്റൂ ഗൈസ്, പോക്കറ്റ് എഡിഷൻ. ഇത് നമുക്ക് ബോണസായിട്ടൊക്കെ കിട്ടി, കുറേ സാധനങ്ങൾ. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യാം. ഗൈസ്, ഈ ചെസ്റ്റ് നമുക്ക് ആവശ്യം വരും. ചെസ്റ്റ് ഇങ്ങനെ എടുത്തേക്കാം. ടോർച്ചും ആവശ്യം വരും. ഗൈസ്, നൈറ്റ് ആകുമ്പോൾ ഈ ടോർച്ച് പോക്കറ്റ് എഡിഷന് കൈ പിടിക്കുമ്പം അങ്ങനെ വെട്ടം കാണുന്നത്, ആ മോഡ് അങ്ങനെ ഓണാക്കുന്നതെന്ന് പറഞ്ഞു തരണം. ഗൈസ്, നമ്മുടെ ആക്സിങ് എടുക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മരം വെട്ടണം ഗൈസ്. നമുക്ക് സ്റ്റാർട്ടർ കിട്ടിയായിരുന്നു, എന്നാലും മരം വെട്ടണം. അതാണ് അതിൻ്റെ തുടക്കം. ഗൈസ്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഗിൽഡ് നമ്മൾ തുടങ്ങിയായിരുന്നു. അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഷോർട്ട്സായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്, ഈ ചാനലിൽ കിടപ്പുണ്ട്. അത് കണ്ടിട്ട് അതിനകത്ത് കമൻറ്റ് ചെയ്യണം. UID കമൻറ്റ് ചെയ്യണം. നമ്മൾ ഗിൽഡ് റിക്വസ്റ്റ് ഇടുന്നതായിരിക്കും. ഗൈസ്, ഗിൽഡിനകത്ത് കളിച്ചിട്ടില്ല, കാരണം ആരും ഇല്ലല്ലോ ഇപ്പോൾ അതിനകത്ത്. ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തതല്ലേ ഉള്ളൂ. നിങ്ങൾ വന്നാൽ ഗിൽഡിനകത്ത് ഗിൽഡ് പുഷൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഷീപ്പിനെ വേണം ഗൈസ്. നമുക്ക് രണ്ടടി തന്നെ ഷീപ്പ് കയറുന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കാട്ടി വീഡിയോ ഒക്കെ ഇഷ്ടമാണ് ഗൈസ്, കാരണം രാത്രിയാകുമ്പം സോംബീസൊക്കെ വന്നാലോ, അപ്പോൾ അവന്മാർ പകലായാലും ഇവിടെ നിന്ന് പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി വീഡിയോ വെക്കാം. പക്ഷേ ഇവിടെ അടുത്ത് പമ്പിനുണ്ടല്ലോ ഗൈസ്. എൻ്റെ അടുത്ത് വില്ലേജ് ഉണ്ടെന്നാ. ഗൈസ്, മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കി പാർട്ടുകൾ ഇനി ഉണ്ടാകത്തില്ല, കാരണം ആ വേൾഡ് എൻ്റെ തന്നെ പോയിട്ടുണ്ട്. വേൾഡ് ഞാൻ കുറേ വേസ്റ്റ് വേൾഡുകളിൽ ഡിലീറ്റ് ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വേൾഡും അറിയാതെ ഡിലീറ്റ് ആക്കി. നമുക്ക് വേറെ എവിടോട്ടേലും പോകാം ഗൈസ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകാം. അവിടെ ആകുമ്പോൾ ഇച്ചിരി പ്ലെയിൻസാണ്. അവിടെ ആകുമ്പം ഷീപ്പും കാണുമായിരിക്കും. പട്ടിയുണ്ട് ഗൈസ്. പട്ടിയുണ്ട് ഗൈസ്. പട്ടി നമുക്ക് ടൈം ചെയ്യണ്ടേ? ടൈം ചെയ്യണേ ബോൺ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊക്കെ ഇവിടുന്ന് കുഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ പട്ടി അവിടെ പൂട്ടിയിടാം. പൂട്ടിയിട്ടാൽ അത് പോകത്തില്ല. നമുക്ക് ബോട്ട് ഉണ്ടാക്കാം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ. പക്ഷെ അതിന് നമ്മൾ ഈ പ്ലാങ്ക് വെക്കണം. പട്ടി വരയ്ക്കുന്നുണ്ടല്ലോ ഗൈസ്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിവിടെ വെക്കാം. ബോട്ട്. യെസ്, നമുക്ക് പോകാൻ ഒരു ബോട്ട്, ഇതിനും ഒരു ബോട്ട്. ഓക്കെ,
ഓ പാവല്ലേ അവനെ. ബോട്ടിലോട്ട് കയറട്ടാ. ഓക്കെ, ഇനി ഇവൻ പോകത്തില്ല ഗൈസ്. പക്ഷെ ഇവനെ നൈറ്റ് ആരെങ്കിലും വന്ന് ആക്രമിച്ചാൽ അവന്മാരെ, അതുകൊണ്ട് നമുക്കിവിടെ ഇവനെ സേഫാക്കാം. ഞാനും ഇതിനകത്ത് കയറുന്നു. ഇതൊന്ന് നേരെ വെക്കാം. ഓക്കെ, ഇവനെ ഇവിടെ പൂട്ടിയിടുമെന്നല്ല ഗൈസ്, നമ്മൾ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പുറത്തൊരു ഷീപ്പ് വെപ്പുണ്ട് ഗൈസ്, നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ളത്. ഞാൻ വിചാരിച്ചില്ല ആദ്യമേ ഈ ഡോഗിനെ കിട്ടുമെന്ന്. ഓക്കെ, എന്തോ ശരി ശബ്ദം നിങ്ങളെല്ലാം കേട്ടായിരുന്നു? നമ്മുടെ പട്ടിക്കുട്ടി അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഈ ടൈം ആക്കാൻ പോകുന്ന ഈ ഡോഗിന് എന്തോ പേരിടണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഗൈസ്. നമുക്കാണ്ട് ഇവിടെ ആയിട്ട് വീട് വെക്കാം. ഇതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. ഇപ്പുറത്തെ സൈഡായി അവിടെ ആകുമ്പോൾ കാഴേരിയ. നമുക്ക് ഇവിടെ ആയിട്ട് വീട് വെക്കാം അല്ലേ? ഒരു ചെറിയ വീട്, വില്ലേജിലേക്കാണ് കൊട്ടത്തെ ഒരു വീട്. പക്ഷെ എനിക്ക് അങ്ങനെ വീട് വെക്കുന്ന ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ വീട് വെച്ചല്ലേ, ആ മലയുടെ അവിടെ. ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഷീപ്പിനെ കണ്ടുപിടിക്കട്ടെ. ഓ, ഒരു ഷീപ്പേ ഉള്ളൂ ഗൈസ്, പക്ഷേ ഇത് വേറെ കളറാണ്. സാരമില്ല, അടുത്തത് സ്പോണാവുമല്ലോ. ഓ ഗൈസ്, ഇവിടെ രണ്ടെണ്ണം സ്പോണായിട്ടുണ്ട് ഗൈസ്. ഗൈസ് ആ ഷീപ്പ് അവിടെ ഇരിക്കട്ടെ ഗൈസ്, നമുക്ക് ബെഡ് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഞാനിപ്പം ഇവിടെയായിട്ട് ഒരു ഡേട്ട് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ പ്ലേയേഴ്സിൻ്റെ ഫസ്റ്റ് വീട് എന്തായാലും ഡേട്ട് എന്നായിരിക്കുമല്ലോ. ചെറിയൊരു വീട്. ഓക്കെ ഓക്കെ, ഇത്രയൊക്കെ മതി. ഇത് നമ്മുടെ ഒറിജിനൽ ബേസ് ഒന്നുമല്ല ഗൈസ്, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കിടക്കാൻ മാത്രമായിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അത് ഡേറ്റ് വെച്ച് നമ്മുടെ ബേസ് കൊണ്ട് ആ മലയുടെ അവിടെ ആയിട്ട് വരും. ഓക്കെ, ഞാൻ ഷവൽ ഉണ്ടാക്കിക്കോട്ടെ. ഷവല് മതി. പിന്നെ ആ ബേസ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ വുഡ് വെച്ച് മാത്രമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്, വുഡും സ്റ്റോണും. നൈറ്റ് ആവാൻ പോകുന്നു. ഓ തെറ്റിപ്പോയി. വുഡെന്ന് വെച്ചാൽ മറ്റേ ടൈപ്പ് വുഡല്ല, മറ്റേ പ്ലാങ്ക്. ഓ സോറി. ഇനി നമ്മളെന്ത് കൊടുക്കും? തീർന്ന്. ഓ നൈറ്റ് ആയല്ലേ.
നമ്മുടെ ഇപ്പോൾ ആർമറൊന്നുമില്ല, ടൂളും ഇല്ല, ആകെയുള്ളതൊരു വുഡ് മാത്രമാണ്. അത് വെച്ചൊന്നും ചെയ്യാനും പറ്റത്തില്ല. സോംബീസ് ഈ നമ്മുടെ എന്ത് സോഡെന്ത്? ഇതെങ്കിലും മതി. എന്താടാ വാടാ. നമ്മൾ കൊല്ലം വന്നപ്പോഴത്തേക്കും അവന്മാർ ചത്തു. ഇതെന്തൊരു പരിപാടിയാടെ. ഓക്കെ, നമുക്കിപ്പോൾ കിടക്കാനുള്ള ബേസ് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഒരു സ്കെലിട്ടൻ്റെ സൗണ്ടല്ലേ കേട്ടെ. സ്കെലിട്ടൺ ബായ്. നീ എന്നെ കൊന്നാലും സാരമില്ല, റീസ്പോൺ പോയിൻ്റ് അടുത്ത് തന്നെ. ഓക്കെ, നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. ബോണും കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്കെലിട്ടൺ ബായ്. ഓക്കെ, അവനെ നമ്മൾ വന്നിട്ടുണ്ട്. എത്ര ബോൺ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 4 ബോൺ കിട്ടി. നമുക്ക് ടൈം ചെയ്ത് നോക്കാം. ടൈം ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അവനെ നമ്മളവിടെ പൂട്ടിയിട്ട് അവൻ്റെ ഹെൽത്ത് നോക്ക് ഗൈസ്. നമുക്ക് ഫുഡുണ്ട്, പക്ഷെ നമുക്ക് ഫർണസ് ഇല്ല മേളിൽ. ഡീസ്പോൺ ആയിപ്പോയി ഗൈസ്. ബോട്ട് എടുത്ത് ഡീസ്പോൺ ആവുമോ ഗൈസ്? നമ്മളെന്തോ ചെയ്യും ഗൈസ്? കഷ്ടപ്പെട്ട് ബോൺ ഒപ്പിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവൻ ഡീസ്പോൺ ആയിപ്പോയി. അങ്ങനെ ഡീസ്പോൺ ആയത്. കഷ്ടപ്പെട്ട് നമ്മൾ വുഡ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവൻ ഡീസ്പോൺ ആയിപ്പോയി ഗൈസ്. പിന്നെ തന്നെ നമ്മൾ അവന് വേണ്ടി വീടുണ്ടാക്കി വെച്ചിരുന്നു. അവനിനി അവിടെ പോയി സ്പോൺ ആയിക്കോളും. ഗൈസ്, നാളെ തൊട്ട് അടുത്ത വീഡിയോ തൊട്ട് ഞാനൊരു ഡേ അക്കൗണ്ട് ഒന്ന് ഓണാക്കിയിട്ട് മൈ ഡോഗ് പാവം. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് അതിനു വേണ്ടി കുറേ പിക്കാക്സ് വേണം. ഒരു ഫസ്റ്റത്തെ തുടക്കം ഉണ്ടാക്കാൻ 3-4 പിക്കാക്സ് വേണ്ടി വരും വുഡിൻ്റെ. ആദ്യമേ നമ്മളിത് നടച്ചോട്ടെ. നമ്മുടെ താൽക്കാലിക വീട്. ക്രാഫ്റ്റിംഗ് ടേബിൾ, പിക്കാക്സ്. നമ്മൾ ഷവർ ഉണ്ടാക്കി അറിയാം. പിക്കാക്സ് നമ്മൾ ഫുള്ളും പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഡോറ് വേണം ഗൈസ്. ഡോറ് ഓക്കെ, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചേക്കാം. നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് ഇനി അതോടെ മാറ്റാം. ഓക്കെ, കോടാലി നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. ഇങ്ങനത്തെ കുറച്ച് അവന്മാരെ കൊല്ലണം നമുക്ക്. ഫുഡ് വേണ്ടേ? അപ്പോൾ എന്തായാലും ഇത് പൊട്ടും. അത് ഞാനങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ, അത് പൊട്ടിയിട്ടുണ്ട്.
നമുക്ക് ഇനി നമ്മുടെ ബേസിൻ്റെ പണി നോക്കാം. നമ്മൾ ഈ മലയുടെ ഉള്ളിലായിരിക്കും ബേസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇവിടെ അകത്തോട്ട് ചെറിയൊരു ബേസ്. നമ്മുടെ ഷവൽ വെച്ചിട്ട് റൗണ്ടിലായിരിക്കും ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഇവിടെ മൊത്തം പ്ലെയിൻ ആക്കണം. പിന്നെ നമ്മൾ ഫ്രണ്ട് ചെയ്യുന്നുള്ളേ. നമ്മൾ അടിയിനെ തുടങ്ങണം. തുടങ്ങിയേക്കാം, നോ പ്രോബ്ലം. ഓക്കെ, മൈൻക്രാഫ്റ്റ് ഈ സർക്കിൾ ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പാട്. സർക്കിൾ ഇച്ചിരി വലുതായെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് ശരിയാക്കിയിട്ട് വരാം. അപ്പുറത്തൊഴി അതായിരിക്കും സേഫ്. അത് സ്ലാഗ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബ്ലോക്ക് കൂടി പോയോ? അതങ്ങ് തീർത്തേക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയും കൂടെ വെച്ചിട്ട് പോവാം. ചിലപ്പോൾ അവിടെ വന്നാലും എന്ത് ചെയ്തു. എന്തൊരു കുഴപ്പമില്ലേ? അതെ അതെ അതെ, ഇവിടെ കുറേ സ്റ്റാക്ക് ഡേറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. കുഴിക്കണം. പെർഫെക്റ്റ് സർക്കിൾ കിട്ടുന്നില്ലല്ലോ. ഇത് കിട്ടണമെങ്കിൽ ഒന്നുകൂടെ അവിടെ കുഴിച്ച് ഇച്ചിരി കൂടെ പൊക്കണം. ഒരു 2-3 ബ്ലോക്ക് വെക്കണം. പണിയെടുക്കണം നല്ലപോലെ. പണിയെടുക്കാതൊന്നും നടക്കത്തില്ല. ഇത് മൈൻക്രാഫ്റ്റാണ്. ഗെയിം നല്ലപോലെ ലാഗാവുന്നുണ്ട്. പക്ഷെ ശബ്ദം എന്തുവാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ ശബ്ദം എന്തുവാണെന്ന്. തീർന്നോ? ഒരു സ്റ്റാക്ക് ഇങ്ങനെ വെച്ച് തീർന്നപ്പോൾ എന്തുവായിരുന്നു പെട്ടെന്ന് അത് തീർന്നത്. നമ്മളിത് പിന്നെ നാച്ചുറൽ ഫീൽ ആക്കും ഗൈസ്. നേച്ചർ ഫ്രണ്ട്ലി. ഈ ഒരു ലെയറും കൂടെ വെച്ചാൽ കറക്റ്റ് ആകുമെന്ന് തോന്നുന്നു ഗൈസ്. നൈറ്റായി. ആദ്യമേ നമ്മുടെ ഡോഗിനും ഒരു വീടുണ്ടാക്കണം. ഇപ്പം നെയിം ടാഗ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നെയിം ടാഗില്ലല്ലോ. ആരടക്ക് ഞാനടുത്ത് പുല്ല് മൊത്തം കഴിച്ച് കഴിച്ചു. അതോ നമ്മളറിയാതെ ഇവിടെയും കൂടെ ഒന്ന് മൂടിയെന്ന് തോന്നുന്നു. ഓക്കെ, ആ ഒരെണ്ണം കൂടെ വെച്ചാൽ കറക്റ്റാകും. ഡേറ്റ് വെച്ച് ഇങ്ങനെ ഉപയോഗം ഉണ്ടാവില്ല. പക്ഷേ ഡേറ്റ് ഉപയോഗമില്ല നല്ല. ഡേറ്റ് വെച്ച് നല്ല യൂസുകളുണ്ട്. നമുക്ക് ബ്രിഡ്ജൊക്കെ കിട്ടാൻ നല്ല യൂസാണ് ഡേറ്റ് വെച്ച്. ഇവിടെ വെച്ചപ്പോൾ അവിടോട്ടാണോ പോയത്? ബഗ്ഗാണോ? പിന്നെ ബഗ് അടിക്കുന്നുണ്ട് നല്ലപോലെ ലാഗ്. രണ്ട് വയസ്സ് വെച്ചിട്ട് 5-6 മിനിറ്റ് 2-3 സെക്കൻഡ് കഴിഞ്ഞ വരുന്നത് തന്നെ. അതേസമയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് 100 സബ്സ്ക്രൈബർ ആവാറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മതി 100 ആവാൻ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമുക്ക് വേണ്ട ഒരു പ്ലേ ബട്ടണൊക്കെ. ലാസ്റ്റ് മിസ് കറക്റ്റ്.
താഴോട്ട് ചാടിയാലോ? ചാവുമോ? ചാടി നോക്കാം. പോകത്തില്ല. ഞാൻ വിചാരിച്ച് ചാവണം. ഓക്കെ, അവിടെ വെക്കണം. എന്നിട്ട് ഒന്നുകൂടെ മണ്ടക്കോട്ടാക്കണം. നമ്മളതിനെ ഒരു സ്റ്റെയർ വന്ന് മണ്ടക്കോട്ട് പോട്ടെ. നാല്. ഓക്കെ, ഇതിനകത്ത് നിന്ന് കുറച്ച് ഡാറ്റ എടുത്ത് മാറ്റാം. ആ ഷേപ്പ് എടുത്ത് വെക്കാം. അവിടെ പൊളിഞ്ഞു പോയി. അയ്യോ, മൊത്തം പ്രശ്നമാണല്ലോ അവിടെ. നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. നമുക്ക് ഹെൽത്തും ഇല്ല. നമ്മൾ റൗണ്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും വില്ലേജും ഒക്കെ റൗണ്ട് ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു ഷേപ്പ് പിടിക്കാം. കറക്റ്റ് റൗണ്ടൊന്നും ആയില്ലെങ്കിലും ഏകദേശം. ഇവിടെ 2 ബ്ലോക്ക് അടിയിലോട്ടും കൂടെ വെക്കാം. അപ്പം ഞാനൊരു കട്ട പൊക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് താഴോട്ട് സ്റ്റെയർ പോലെ പണിയായിരിക്കും. അതിനായിട്ടാണ് ഇതിപ്പോൾ പെട്ടെന്ന് ഗൈസ്. ഇപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പായി. അവിടെയും കൂടെ അതുപോലെ ചെയ്യാം. അതിന് ഇതുവഴി മടക്കി കയറി പോയാൽ മതിയോ? ഓക്കെ. നമുക്ക് പിക്കാക്സ് വെച്ച് ഇവിടെ ഒരു കുഴി. ഓക്കെ, ഇങ്ങനെ ആക്കിയ റൗണ്ട് ആവുമോ? ഇങ്ങനെ ആക്കിയ ഓവറാവും. റൗണ്ടല്ല, ഓവറാവും. പക്ഷെ ഇത് മൊത്തം പോയോ? ഇപ്പുറത്തെ ഡിസൈൻ പോലെ തന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പം ഗൈസ് ഇപ്പോൾ കറക്റ്റായി കാണും. ഇത് റൗണ്ട് അല്ല ഗൈസ്, ഏകദേശം ഒരു ഡയമണ്ട് പോലൊക്കെ വന്നിട്ടുണ്ട്. വിശക്കുന്നു ഗൈസ്. പിന്നെ മറക്കല്ല്, ഇത് പോക്കറ്റ് എഡീഷനാണ്. പൊട്ടി പറഞ്ഞില്ലേ? നമുക്ക് എൻ്റെ ഫ്രണ്ട് ചെയ്യാം ഗൈസ്. ഓനോ ഫുഡില്ലല്ലോ. പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലമായിട്ട് കൂട്ടുന്നില്ല ഞാൻ. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആപ്പിൾ കൊടുക്കാൻ പറ്റുമോ? ഫീഡ് ഇല്ലല്ലേ. ഇത് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ വയറ് നിറഞ്ഞിരിക്കാൻ തോന്നുന്നു. നമ്മുടെ വയറ് ഫുള്ളാക്കിയിട്ടുണ്ട്. എന്താണ് മോനെ? ഇവനെയും കൊണ്ട് നമുക്ക് പോവാം ഗൈസ്. നമുക്ക് എന്തുവായിരുന്നു വേണ്ടത്? ഇത് മാക്സ് ഒരു 4 എണ്ണം ഇരിക്കട്ടെ. ഇതും ആവശ്യമുള്ളത്. ബാ വാക്കിനുണ്ട്. മൈൻക്രാഫ്റ്റിൽ ഒരു ഡോഗ് പെറ്റായിട്ടുള്ളത് എപ്പോഴും ഒരു നല്ലതാണ്. ആ ബോണസ് ചെസ്റ്റിൽ നിന്ന് ഈ അയണിൻ്റെ ആക്സ് കിട്ടിയായിരുന്നെങ്കിൽ
ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഒരു ബോണസ് ചെസ്റ്റ്, അതിനകത്തുനിന്ന് ഒരു ഡയമണ്ട് സോഡ്, ഡയമണ്ട് ഫുൾ ആർമർ എന്തായിരിക്കും അപ്പോൾ? പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന മരമൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. ഇവൻ എന്താണോ കുറേ നേരമല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കതിനെ പ്ലാങ്ക് ആക്കണമല്ലേ? ഒരു മരം വെട്ടിയപ്പോഴത്തേക്ക് ഇത്രയും കിട്ടിയോ? ഒരു സ്റ്റാക്ക് വുഡ് മാത്രം ആക്കിയിട്ട് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഞാൻ ഫെൻസ് വെക്കണം ഗൈസ്. ഫെൻസോ അതോ മതിലോ ഏതെങ്കിലും ഒന്ന് നമ്മൾ വെക്കും ചുറ്റിന്. അപ്പോൾ ഭയങ്കര ആവശ്യമായിട്ട് വരിക. നമ്മൾ ഈ ഗെയിം തുടങ്ങിയിട്ട് തന്നെ ഇതുവരെ സോംബി സ്കെലട്ടനായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ക്രീപ്പറൊക്കെ എന്താണ് വെക്കേഷൻ അതിൻ്റെ ടൂറിന് വല്ലതും പോയിട്ടുണ്ടായിരിക്കാം. ബാടാ പ്ലാങ്കാക്കാം. ഇതും വേണം. സ്റ്റോൺ നമുക്കിപ്പോൾ കുഴിക്കുമ്പോൾ ഇഷ്ടം പോലെ കിട്ടും. നൈറ്റ് ആയല്ലേ? അവൻ കുറച്ച് ഓർമ്മിപ്പിച്ച് തന്നെ. വരുന്നു എൻ്റെ കൂടെ. വേറെ സ്ഥലത്തോട്ടാണല്ലോ. അവൻ എന്തായാലും എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരും. ഹായ് ബ്രോ. ഇതിന് നമ്മളെന്തോ ചെയ്യും? ഇതൊരു പ്രശ്നമാണല്ലോ. ലാഡർ ഉണ്ടാക്കാൻ പറ്റുമോ? ചെസ്റ്റ് ആവശ്യമുണ്ട്. സൂപ്പ് ഉണ്ടാക്കുന്ന പാത്രമാണോ അവിടെ? എടാ എൻ്റെ ഡോഗിനെ കൊല്ലുന്നാടാ. എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോ? ഇവനെ ബോൺ എടുത്ത് കൊടുക്കാം. ഇവിടെ ഇവനെങ്ങനെയാടാ? ഇവന് വിശപ്പില്ലെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇതൊന്നും എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചെസ്റ്റ് അവിടെ കൊണ്ട് വെക്കട്ടെ. എൻ്റെ മണ്ടയ്ക്ക് ജസ്റ്റ് ഓക്കെ. ഫസ്റ്റ് നമുക്കിത് നിറയ്ക്കാം. ഇതൊക്കെ എടുത്ത് വെക്കുന്നത് നല്ല യൂസ്ഫുള്ളാവും റോഡ് ആൻഡ് ഫ്ലാഷ് ഒഴിച്ച്. നമ്മളെന്തിനായിരുന്നു വന്ന കാര്യം നമ്മൾ മറന്നുപോയി. ഇത് തന്നെ ഒരു 10 എണ്ണം ഉണ്ടാക്കി വെക്കാം. 12 എണ്ണം.
ഇത് വെച്ച് വേണം മണ്ടയ്ക്കോട്ട് വലിഞ്ഞു കയറാൻ. നമ്മുടെ ഡോഗ് നമ്മളെ കണ്ട് ചിരിക്കുകയാണോ ഗൈസ്? ഞാനാടാ നിൻ്റെ മുതലാളി. നമ്മൾ എത്ര നേരമായി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഓ ഷിറ്റ്, നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് വേസ്റ്റ് ഇറക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ഇറക്കി വെച്ചൊന്നും നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ലല്ലോ. നമ്മുടെ സാധനങ്ങൾ നമുക്ക് പ്ലാങ്ക് എടുക്കട്ടെ. നമ്മളെന്ത് മണ്ടത്തരം കാണിക്കുന്നത്? ഞാൻ അയ്യോ, ഡാമേജ് ആവില്ലേ മോനെ? എന്നോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നേരെ കയറി വരണം, ക്രൗച്ച് ചെയ്യണം, അത്രേ ഉള്ള പരിപാടി. സെറ്റല്ലേ? ഓക്കെ, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം കുഴപ്പമില്ലാത്തൊരു വീട് കിട്ടി. ഇനി നമുക്കിതങ്ങ് പൊട്ടിച്ചോളാം. ഡോറ് ഇവിടെ ആയിട്ട് വരും. ഇപ്പോൾ ഡോറിൻ്റെ സ്പേസ് മാത്രം നമുക്ക് ഇങ്ങനെ ഇടാം. പൊട്ടിട്ട് നമ്മുടെ പിക്കാക്സ് ഇല്ല ഗൈസ് നമുക്ക്. പക്ഷെ ഇതൊരു ചെറുതാണ് ഗൈസ്, ഭയങ്കര ചെറുതാണ്, കണ്ടില്ലേ? പക്ഷെ എനിക്ക് കറക്റ്റ് സർക്കിളായിട്ട് കിട്ടണമായിരുന്നു. ഇതിനെന്തോ ചെയ്യും? ഓ, ഇത് വെച്ച് മണ്ടയ്ക്ക് 2 റൂമായിട്ട് ഡിവൈഡ് ചെയ്യാം. നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്ന്? ഓ, ഡോഗേഷനേ ഇല്ല. സെറ്റല്ലേ? ആരും കൊള്ളാമെന്ന് പറയാനില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കൊള്ളാമെന്ന് പറയാം. വാവ്, അമേസിങ്. ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കണം ഗൈസ്. ഷവറുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം നമ്മളപ്പം? ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കേ, പെട്ടെന്ന് ഫാസ്റ്റ്. അവൻ പറന്നു വന്നോടാ. നമ്മളെത്തി എന്ത് പറ്റി? നമ്മുടെ ഡോഗ് അവന് കുഴപ്പമൊന്നുമില്ല, അത് മതി. എവിടെ നിന്നാണ് അടി കിട്ടിയേ? ഒരു പിടിയില്ലല്ലോ.
ഓ, അടുത്ത ഡോഗ്. ഡാമിറ്റ്. രണ്ട് ഡോഗൊക്കെ ഉള്ളത് നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ തന്നെയാണ്. ആ ഡോഗിനെ കാണുന്നില്ല, അതുകൊണ്ട് പോന്നു. എടാ പോവല്ലേടാ, ഞാനിപ്പോൾ നിൻ്റെ ബോണും കൊണ്ട് വരുന്നുണ്ട്. ക്രീപ്പർ മച്ചാൻ. ടൈമായി ഗൈസ്. നമ്മളെ കണ്ട് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് പൊട്ടിക്കാം. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരി. ഞാൻ ക്രീപ്പർ പൊട്ടനെ വിളിച്ചോണ്ട് വരട്ടെ. ഇല്ലേ, വേണ്ട, ഇവിടെ തന്നെ പൊട്ടിക്കാം. പൊട്ടിക്കോ. എനിക്ക് നല്ലതാണ്ട് കോപ്പറും കിട്ടി. ഓ, വഴികാട്ടിയായല്ലോടാ മോനെ. എനിക്ക് പിക്കാക്സ്. ഗെയിം ലാഗടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അടുത്ത പാർട്ടായിട്ട് വീണ്ടും വരാം. ലെറ്റ്സ് ഗോ, ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നില്ലല്ലോ അല്ലേ?